ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെവാപ്സ് മലയാളം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ സ്റ്റേറ്റും വേരിയബിളും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് നമ്മൾ സ്റ്റേറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് നമുക്ക് ഞാൻ ആദ്യം ലെറ്റ് കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ വാല്യൂ ഞാൻ 0 ആക്കി. അതിനുശേഷം ഞാൻ നമ്മുടെ സ്ക്രോൾ വ്യൂവിനകത്ത് വന്നിട്ട് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തു. എന്നിട്ട് നമുക്ക് നമ്മുടെ ആ വേരിയബിളിൻ്റെ വാല്യൂ കാണണമെങ്കിൽ ഒരു കേളി ബ്രാക്കറ്റ് ഇടുക, അതിനുള്ളിൽ കൗണ്ട് എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ആ 0 വന്നിട്ടുണ്ട്. ഈ ടെക്സ്റ്റിനൊരു സ്റ്റൈൽ കൊടുക്കാം. അപ്പോൾ അതിന് സ്റ്റൈൽ ഈക്വൽ ടു സ്റ്റൈൽസ് ഡോട്ട് കൗണ്ട് ടെക്സ്റ്റ്. ഇവിടെ വന്നിട്ട് കൗണ്ട് ടെക്സ്റ്റ്, പിന്നെ കളറ് ഫോണ്ട് സൈസ് 30 കൊടുക്കാം. മാർജിൻ ടോപ്പ് ഒരു 100. ഫോണ്ട് സൈസ് കുറച്ചുകൂടെ കൂട്ടാം. പിന്നെ ടെക്സ്റ്റിന് കൊടുക്കാം അലൈൻ സെൽഫ് കൊടുക്കാം. അപ്പോൾ അത് സെൻറ്റർ, അലൈൻ സെൽഫ് സെൻറ്റർ കൊടുത്താൽ സെൻറ്റർ ആകും. ഓക്കെ. അപ്പോൾ നമുക്ക് കൗണ്ട് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് കാണിക്കുന്നുണ്ട്. അതേപോലെ നമുക്കൊരു ബട്ടൺ എന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ബട്ടന് ആഡ് എന്ന് കൊടുക്കാൻ ടെക്സ്റ്റ്. അതായത് എൻ്റെ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഈ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഈ കൗണ്ട് കൂടണം. അതാണ് എൻ്റെ റിക്വയർമെൻറ്റ്. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ബട്ടൻ്റെ ഓൺ പ്രസ്സിൽ ബട്ടൺ ആക്ഷൻ കോൾ ചെയ്യും. അപ്പോൾ എന്തോ നമ്മൾ ഇതിലേക്ക് ഇനി ഒന്നും പാസ്സൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ ആ ബട്ടൺ ആക്ഷൻ കോൾ ചെയ്യുന്നു. അതിൽ അതായത് ഓരോ തവണ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴും ഈ കൗണ്ടിൻ്റെ വാല്യൂ 1 വെച്ച്. അപ്പോൾ അതിന് കൗണ്ട് ഈക്വൽ ടു ഇപ്പോൾ ഉള്ള കൗണ്ട് +1. ഓക്കെ. അതായത് നമ്മളൊരു ബട്ടൺ ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മൾ കൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓരോ തവണ നമ്മളിതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും ഈ ഫങ്ഷൻ കോളാകും. അപ്പോൾ ഈ കൗണ്ടിൻ്റെ വാല്യൂ ഓൾറെഡി ഉള്ള കൗണ്ടിൻ്റെ വാല്യൂവിൻ്റെ കൂടെ 1 വെച്ച് കൂടിക്കൊണ്ടിരിക്കും. നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ല, വാല്യൂ വരുന്നില്ല. അതെന്താ വരാത്ത? ഇത് ഈ ഫങ്ഷൻ കോൾ ആകുന്നുണ്ടോ എന്ന് നമുക്കിവിടെ ഒരു ലോഗ് ഇട്ട് നോക്കാം. console.log ബട്ടൺ ആക്ഷൻ കോൾഡ്. അതായത് ഈ ഫങ്ഷൻ കോൾ ആയിട്ടുണ്ടല്ലോ എന്ന് നമുക്കറിയാം. ബട്ടണിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു, ഇവിടെ ഒരു ലോഗ് വന്നു, ബട്ടൺ ആക്ഷൻ കോൾഡ് എന്ന്. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തു, ബട്ടൺ ആക്ഷൻ കോൾഡ്. അതായത് ഞാനിപ്പോൾ ഒരു കുറച്ച് തവണ ഇതിൻ്റെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തു,
അപ്പോൾ ആ സമയത്തെല്ലാം ഈ ബട്ടൺ ആക്ഷൻ കോളായിട്ട് ഈ ഒരു ഫങ്ഷൻ വർക്കായോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു കൺസോളിലൂടെ ഇട്ട് നോക്കാം. console.log count equal to count. നമുക്ക് കൗണ്ടിൻ്റെ വാല്യൂയും കൂടെ പാസ് ചെയ്തു. അതായത് കൗണ്ടിൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആണ്. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തു, ബട്ടൺ ആക്ഷൻ കോളായി. കൗണ്ടിൻ്റെ വാല്യൂ 2. ഇതിപ്പോൾ 1 ആയത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊന്ന് റീഫ്രഷ് ആയിരുന്നു, സേവ് ചെയ്തപ്പോൾ ഒന്ന് റീഫ്രഷ് ആയിരുന്നു. നമ്മൾ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു, ഇപ്പോൾ കൗണ്ടിൻ്റെ വാല്യൂ 2 ആയി. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തു, 3 ആയി. പക്ഷേ നമ്മുടെ UI-ൽ അത് കാണാൻ പറ്റുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ ഒരു വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ക്രീൻ അല്ലെങ്കിൽ നമ്മുടെ ഈ കമ്പോണൻറ്റ് റീഫ്രഷ് ആകത്തില്ല, അതായത് റീറണ്ടർ ആകത്തില്ല. അപ്പോൾ റീറണ്ടർ ആകാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ ചേഞ്ചസ് അറിയാൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നതും വേരിയബിൾ എന്ന് പറയുന്നത് നമ്മളൊരു വാല്യൂവിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പക്ഷേ നമ്മുടെ സ്റ്റേറ്റ് ചേഞ്ച് ആകുമ്പോൾ ആ ഒരു കമ്പോണൻറ്റ് റീറണ്ടർ ആകും. അപ്പോൾ ആ സ്റ്റേറ്റിലെ ചേഞ്ചസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ സ്റ്റേറ്റ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ റിയാക്റ്റീവ് യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഹുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫങ്ഷൻ, അത്രയേ ഉള്ളൂ. യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസ് സ്റ്റേറ്റിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കോൺസ്റ്റ്, അതായത് ഒരു ടൈപ്പ് പാസ് ചെയ്യണം. പിന്നെ നമുക്ക് ഒരറയാണ്, അതായത് കൗണ്ട് 2 എന്ന് കൊടുക്കാം. അല്ല വേണ്ട, സ്റ്റേറ്റ് കൗണ്ട് എന്ന് കൊടുക്കാം. സ്റ്റേറ്റ് കൗണ്ട് സെറ്റ് സ്റ്റേറ്റ് കൗണ്ട് യൂസ് സ്റ്റേറ്റ് ഇനീഷ്യൽ വാല്യൂ. ഓക്കെ, ഇതാണ് നമ്മുടെ യൂസ് സ്റ്റേറ്റിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. യൂസ് സ്റ്റേറ്റിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഹുക്കിനെ നമ്മൾ റിയാക്റ്റിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് നമുക്ക് ഈ യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഹുക്ക് നമുക്ക് റിട്ടേൺ ചെയ്ത് തരുന്ന ഒരറയാണ്. ആ അറയിൽ ആ സ്റ്റേറ്റിൻ്റെ വാല്യൂ ഉണ്ട്, പിന്നെ ആ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഫങ്ഷനും ഉണ്ട്. അതായത് യൂസ് സ്റ്റേറ്റ് റിട്ടേൺ ചെയ്യുന്നത് ഒരു അറയാണ്. ആ അറയിൽ നമുക്കൊരു സ്റ്റേറ്റും ഉണ്ട്, ആ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡുണ്ട്. മെത്തേഡ് എന്ന് വെച്ചാൽ ഫങ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കോൺസ്റ്റ് നെയിം സെറ്റ് നെയിം യൂസ് സ്റ്റേറ്റ്. ഇതിൽ നമ്മുടെ ഇനിഷ്യൽ വാല്യൂ ആയിരിക്കും പാസ് ചെയ്യേണ്ടത്. യൂസ് സ്റ്റേറ്റിൽ കൊടുക്കുന്ന ഇനിഷ്യൽ വാല്യൂ, അതായത് നമ്മളിപ്പം സ്റ്റേറ്റ് കൗണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്തു. പിന്നെ സെറ്റ് സ്റ്റേറ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു ഫങ്ഷൻ. പിന്നെ ഇനിഷ്യൽ വാല്യൂ, യൂസ് സ്റ്റേറ്റിൽ ഇനിഷ്യൽ വാല്യൂ. അപ്പോൾ നമുക്ക് ചെയ്യാം. അതായത് നമ്മൾ സ്റ്റേറ്റ് കൗണ്ട് എന്ന് പറയുന്നൊരു സ്റ്റേറ്റ് ഉണ്ട്, പിന്നെ അതിനെ ചേഞ്ച് ചെയ്യാനായിട്ട്, അതായത് ഈ സ്റ്റേറ്റ് കൗണ്ടിൻ്റെ വാല്യൂവിനെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു ഫങ്ഷൻ. പിന്നെ നമ്മൾ യൂസ് സ്റ്റേറ്റ് ഓഫ് 0 എന്ന് വെച്ചാൽ അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ, ഈ സ്റ്റേറ്റ് കൗണ്ടിൻ്റെ ഇനിഷ്യൽ വാല്യൂ 0. ഈ സ്റ്റേറ്റിൻ്റെ പേര് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഈ ചേഞ്ച് ചെയ്യേണ്ട പേര്, ഈ ഫംഗ്ഷൻ്റെ പേര് നമുക്ക് ഇഷ്ടമുള്ളത് പാസ് ചെയ്യാം.
ഇനി നമുക്ക് ഈ സ്റ്റേറ്റ് കൗണ്ടിനെ നമുക്ക് ഈ ടെക്സ്റ്റിനകത്ത് പാസ് ചെയ്ത് നോക്കാം. അപ്പോൾ വേറൊരു ടെക്സ്റ്റ് കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് കൗണ്ട്, അടുത്ത സ്റ്റേറ്റ് കൗണ്ടിന് നമുക്കൊന്ന് സ്റ്റേറ്റ് കൗണ്ട്. അപ്പം നമ്മൾ കൗണ്ടിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൗണ്ടിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് കൗണ്ടിൻ്റെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇനി നമ്മൾ ആ ഫങ്ഷനകത്ത് നമ്മളിവിടെ കൗണ്ട് കൂട്ടിയിട്ടുണ്ടല്ലേ, അതേപോലെ നമുക്ക് ഈ സ്റ്റേറ്റിൻ്റെ വാല്യൂ ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു യൂസ് സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് ഈ സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റ് കൗണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ് ചേഞ്ച് ആക്കാൻ വേണ്ടി ഒരു ഫങ്ഷനുണ്ട്, ഈ സെറ്റ് സ്റ്റേറ്റ് കൗണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സെറ്റ് സ്റ്റേറ്റ് കൗണ്ട്, ഈ ഒരു ഫങ്ഷനകത്തേക്ക് ഓൾറെഡിയുള്ള സ്റ്റേറ്റ് കൗണ്ട് പ്ലസ് 1 കൊടുത്തു. അതായത് നമ്മൾ ഡിക്ലെയർ ചെയ്തപ്പോൾ നമ്മൾ ഇനിഷ്യലായിട്ട് 0 വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 0 ആണ് ഇവിടെ ഡിസ്പ്ലേ ആയേക്കുന്നത്. അതായത് നമ്മുടെ ഫങ്ഷനകത്ത് നമ്മൾ ഈ സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഫങ്ഷൻ കോൾ ചെയ്തു, അതിനകത്തേക്ക് ഈ സ്റ്റേറ്റിൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്തു. ഓക്കെ, നമ്മളിത് റിഫ്രഷ് ചെയ്തിട്ടുണ്ട്. ഇത് കൗണ്ടിൻ്റെ വാല്യൂ 0 ആണ്, സ്റ്റേറ്റ് കൗണ്ടിൻ്റെ വാല്യൂ 0 ആണ്. നമ്മൾ ഈ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോഴത്തേനും സ്റ്റേറ്റ് കൗണ്ടിൻ്റെ വാല്യൂ 1 ആയി. പക്ഷെ കൗണ്ടിൻ്റെ വാല്യൂ 0 ആണ്, കാരണം അത് ചേഞ്ച് ചെയ്തു. അതായത് ഒരു വേരിയബിൾ ചേഞ്ച് ആയി കഴിഞ്ഞാൽ, അതിൻ്റെ വാല്യൂ ചേഞ്ച് ആയി കഴിഞ്ഞാൽ, ഒരു വേരിയബിൾ ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ റീറെൻഡർ ആകത്തില്ല, ആ കമ്പോണൻറ്റ് റീറെൻഡർ ആകത്തില്ല. അപ്പോൾ നമുക്ക് ചേഞ്ചസ് ഒന്നും അറിയാൻ പറ്റില്ല. പക്ഷേ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ആയി കഴിയുമ്പോൾ, അതിൻ്റെ വാല്യൂ ചേഞ്ച് ആയി കഴിയുമ്പോൾ നമ്മുടെ സ്ക്രീൻ റീറെൻഡർ ആകും. അപ്പോൾ നമുക്ക് ആ ചേഞ്ചസ് ഇൻസ്റ്റൻ്റ് ആയിട്ട് അറിയാൻ പറ്റും. അതായത് 3 ആകുന്നുണ്ട്, 4 ആകുന്നുണ്ട്, 5 ആകുന്നുണ്ട്. ഇത് വാല്യൂ ഇൻക്രീസ് ആകുന്നുണ്ട്, അതായത് വാല്യൂ ചേഞ്ച് ആകുന്നുണ്ട്. ചേഞ്ച് ആകുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വേറൊരു ബട്ടൺ കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ബട്ടൺ കൂടെ ആഡ് ചെയ്യാം. അതിൻ്റെ ടെക്സ്റ്റ് ടൈറ്റിലായിട്ട് നമുക്ക് സബ്ട്രാക്ട് എന്ന് കൊടുക്കാം. ടു എന്ന് പറയുന്നൊരു ഫങ്ഷൻ കൊടുക്കാം, ബട്ടൺ ആക്ഷൻ 2. അപ്പോൾ ബട്ടൺ ആക്ഷൻ, അതായത് ഫങ്ഷൻസ് ഒക്കെ നമ്മൾ റിട്ടേണിന്, അപ്പോൾ കോൺസ്റ്റ് ബട്ടൺ ആക്ഷൻ 2 അതൊരു ആരോ ഫങ്ഷനാണ്. അതിനുള്ളിൽ ചെയ്യേണ്ടത് എന്തുവാ, നമ്മുടെ സ്റ്റേറ്റിനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാനുള്ള ഫങ്ഷൻ എഴുതുക, സെറ്റ് സ്റ്റേറ്റ് കൗണ്ട്. എന്നിട്ട് അതിൽ സ്റ്റേറ്റ് കൗണ്ട് കുറയ്ക്കുകയല്ലേ നമ്മൾ ചെയ്യുന്നത്, -1. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തു 8 ആയി, സബ്ട്രാക്ട് ചെയ്തു 7 ആയി, ഒന്നുകൂടെ ചെയ്തു 6 ആയി. അപ്പോൾ ഇങ്ങനെ ചേഞ്ചസ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ആകാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അതേപോലെ തന്നെ ഈ ഒരു ബട്ടൻ്റെ ആക്ഷനിൽ നമുക്ക് വേറൊരു സ്റ്റേറ്റ് കൂടെ ചേഞ്ച് ആക്കി നോക്കാം. അതായത് ഞാൻ കോൺസ്റ്റ്
കളർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്തു. കളർ മാത്രം പോരാ, അപ്പോൾ എന്തുവാ, എനിക്ക് ആ കളറിനെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു ഫങ്ഷൻ വേണം. അപ്പോൾ എന്തുവാ, സെറ്റ് കളർ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ. എന്നിട്ട് യൂസ് സ്റ്റേറ്റിൽ നമ്മൾ കളറിന് ഒരു വാല്യൂ കൊടുക്കുക. എന്തുവാ, നമുക്കൊരു വൈറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ കളർ എന്ന് പറയുന്ന വൈറ്റ് എന്ന് പറയുന്ന ഇനിഷ്യൽ വാല്യൂ ഉള്ളൊരു സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ വാല്യൂ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു ഫങ്ഷനുണ്ട്. ഇനി കളർ തന്നെ എടുത്ത് നമ്മുടെ സേഫ് ഏരിയയുടെ ബാക്ക്ഗ്രൗണ്ട് കളറിൽ കൊടുത്തു നോക്കാം. ഇപ്പോൾ ചേഞ്ച് ഒന്നുമില്ല, കാരണം അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ വൈറ്റാണ്. ഇനി ഞാൻ ആഡ് ചെയ്യുമ്പം എനിക്കിതിൻ്റെ ഈ കളർ മാറ്റണം. അപ്പോൾ അതിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് കളറിനകത്തേക്ക് നമ്മൾ ഒരു കളർ പാസ് ചെയ്യുക. ആഡ് ചെയ്യുമ്പം ഗ്രേ കളർ കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഈ ആഡെന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബട്ടൺ ആക്ഷൻ കൂളാകും. അതിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ആകും. പിന്നെ കളറ് പിന്നെ ഈ സെറ്റ് കളർ എന്ന് പറയുന്ന ഫംഗ്ഷനകത്തേക്ക് നമ്മൾ ഗ്രേ പാസ്. നമ്മൾ ആഡിൽ ക്ലിക്ക് ചെയ്തു, അപ്പോൾ കൗണ്ട് കൂടി ബാക്ക്ഗ്രൗണ്ട് കളറും ചേഞ്ചായി. അപ്പോൾ ഒന്നുകൂടെ റീഫ്രഷ് ചെയ്യാം. അപ്പോൾ അതൊന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കോൺസ്റ്റ് bg കളർ ഈക്വൽ ടു വൈറ്റ്. നമ്മളൊരു വേരിയബിളിനകത്തേക്ക് വൈറ്റ് കളർ ആ കളറിനെ നമുക്ക് കൊണ്ട് bg കളറിനെ കൊണ്ട് നമുക്കിവിടെ കൊടുത്താൽ കളർ മാറിയിട്ടില്ല, നമ്മുടെ വൈറ്റ് കളർ തന്നെയാണ്. ഇനി വന്നിട്ട് നമ്മൾ ഈ കൗണ്ട് കൂട്ടുമ്പോൾ നമുക്ക് bg കളറിൻ്റെ, അപ്പോൾ bg കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ കോൺസ്റ്റൻറ്റ് വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളതിനെ ലെറ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പാക്കി, എന്നിട്ട് bg കളർ ഈക്വൽ ടു റെഡ് എന്ന് കൊടുത്തു. നമ്മൾ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ബട്ടൺ ആക്ഷൻ കോളായി. bg കളർ പക്ഷേ bg കളർ റെഡ് ആയിട്ടുണ്ട്, പക്ഷെ നമുക്ക് ചേഞ്ച് അറിയാൻ പറ്റും, കാരണം മുമ്പത്തെ കൗണ്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ എന്താ, നമ്മൾ കളർ കൊടുക്കുമ്പോൾ എന്താ, ഓൾറെഡി അതിൻ്റെ കളർ ഇപ്പോൾ ഗ്രേ ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ മുമ്പത്തെ ആ ഫങ്ഷൻ കോളിൽ മുമ്പേ ആ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ bg കളർ ചേഞ്ച് ആയി, പക്ഷെ നമുക്ക് ചേഞ്ച് അറിയാൻ പറ്റില്ല. അപ്പോൾ തന്നെ ഈ ഗ്രേയും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് കുറയ്ക്കുമ്പം വേറൊരു കളർ കൊടുക്കാം അല്ലേ. അതിന് സെറ്റ് കളർ വൈറ്റ് തന്നെ കൊടുക്കാം. ആഡ് ചെയ്യുമ്പോൾ ഗ്രേ ആണ്, സബ്ട്രാക്ട് ചെയ്യുമ്പം വൈറ്റ് കളറായി. ആഡ് ചെയ്യുമ്പോൾ ഗ്രേ ആണ്, തിരിച്ച് വൈറ്റ് വന്നു. വൈറ്റിന് പകരം നമുക്ക് യെല്ലോ കൊടുത്താൽ, ആഡ് ചെയ്തപ്പോൾ ഗ്രേ ആയി, സബ്ട്രാക്ട് ചെയ്തപ്പം യെല്ലോ ആയി. ഓക്കെ, ഇനി ഒരു കമ്പോണൻറ്റിനെ നമുക്ക് സ്റ്റേറ്റ് യൂസ് ചെയ്ത് എങ്ങനെ ഹൈഡ് ചെയ്യാമെന്നും ഡിസ്പ്ലേ ചെയ്യാമെന്നും നോക്കാം. അപ്പോൾ അതിന് ബാക്കിയുള്ള ബട്ടൺസ് എല്ലാം റിമൂവ് ചെയ്യാം.
അപ്പോൾ നമുക്ക് പുതിയൊരു സ്റ്റേറ്റ് യൂസ് ചെയ്യാം. കോൺസ്റ്റ് ഷോ സെറ്റ് ഷോ. ഈ സ്റ്റേറ്റിൽ അത് നമുക്ക് ട്രൂ ആക്കി വെക്കാം. നമുക്ക് ഈ ബട്ടന് ഒരു ടെക്സ്റ്റ് കൂടെ ആഡ് ചെയ്യും. ബട്ടൺ ഹൈഡ് എന്ന് പറയുന്നൊരു ബട്ടണുണ്ട്. നമുക്ക് ഇനി നമ്മൾ ഹൈഡ് ചെയ്യേണ്ട ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. വ്യൂ ഇടുന്നു. ജസ്റ്റ് അതിനൊരു സ്റ്റൈൽ കൊടുക്കാം. വിഡ്ത്ത് ഒരു 100 കൊടുക്കാം. ഹൈറ്റ് ഒരു 100 കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളറ് ഗ്രീൻ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു കമ്പോണൻ്റ് ആയിട്ടുണ്ട്. അലൈൻ സെൽഫ് സെൻറ്റർ കൊടുക്കാം. അപ്പോൾ അത് ഹൊറിസോണ്ടലി സെൻറ്റർ. ഓക്കെ, നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഹൈഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കമ്പോണൻറ്റ് ഹൈഡ് ആകണം. അപ്പോൾ അതിന് നമ്മുടെ ബട്ടൺ ആക്ഷൻ, നമ്മൾ ആ ബട്ടൻ്റെ ആക്ഷൻ ആ ഒരു ഫങ്ഷനകത്തേക്ക് വരിക. ഇവിടെ നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ടൊന്നും എടുക്കും. ഇവിടെ വന്നിട്ട് നമ്മൾ ഈ സെറ്റ് ഷോ എന്ന് പറയുന്ന ഫങ്ഷൻ ഫോൾസ് ആക്കുക. അപ്പോൾ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്തു, പക്ഷേ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. കാരണം നമ്മൾ ഇവിടെ ആ കണ്ടീഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് നമുക്ക് ആദ്യമേ ഒരു കേർലി ബ്രാക്കറ്റ് ഇടുക. അതിനുശേഷം നമ്മൾ ഏത് സ്റ്റേറ്റ് വെച്ചാണ് മാനേജ് ചെയ്യുന്നത്? ഷോ എന്നുള്ളതാണ്. അപ്പം ഷോ ഈക്വൽ ടു ട്രൂ ക്വസ്റ്റ്യൻ മാർക്ക്, അല്ലെങ്കിൽ നമ്മൾ നള്ള്. അതായത് ഇതൊരു ടെർണറി ഓപ്പറേറ്ററാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ആ കണ്ടീഷൻ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ടുള്ള കമ്പോണൻറ്റ് റെൻഡർ ആകും, അല്ലെങ്കിൽ നള്ള്, നമ്മളൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ഇതൊന്ന് സേവ് ചെയ്ത് നോക്കാം. സേവ് ചെയ്തിട്ടൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്യുമ്പം നമുക്ക് ആ കമ്പോണൻറ്റ് കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷോയുടെ ആദ്യത്തെ വാല്യൂ ട്രൂ ആണ്. അപ്പോൾ എന്തുവാ, നമ്മൾ ഈ റിട്ടേണിൽ വന്നിട്ട് ചെക്ക് ചെയ്യും ഷോ ഈക്വൽ ടു ട്രൂ ആണോ. ഷോ ഈക്വൽ ടു ട്രൂ ആണ്. അതുകൊണ്ട് നമ്മൾ ഈ ഗ്രീൻ വ്യൂവിനെ അവിടെ കാണിക്കും. ഇനി നമ്മൾ ബട്ടൻ്റെ ഓൺ പ്രസ് ഫങ്ഷൻ വിളിക്കും. അതായത് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ നേരെ ഈ ഫങ്ഷനുള്ളിലേക്ക് പോകും. അവിടെ വന്നിട്ട് ഈ സെറ്റ് ഷോ എന്നുള്ള സ്റ്റേറ്റിനെ നമ്മൾ ഫോൾസ് ആക്കും. അതായത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ഇപ്പോൾ ആ കമ്പോണൻറ്റ് പോയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബട്ടൺ ക്ലിക്കിൽ ഈ ഫങ്ഷൻ കോളാകും. ഫങ്ഷൻ കോളാകുമ്പം നമ്മുടെ സ്റ്റേറ്റിൻ്റെ വാല്യൂ ഫോൾസ് ആകും. അപ്പം ഈ കമ്പോണൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ റീറെൻഡർ ആകും. ആ റീറെൻഡർ ആകുന്ന സമയത്ത് ഈ കണ്ടീഷൻ പിന്നെയും ചെക്ക് ചെയ്യും.
ചെക്ക് ചെയ്യുമ്പോൾ എന്തുവാ ഷോ ഈക്വൽ ടു ട്രൂ, അതായത് ഷോ ട്രൂ ആണോ എന്ന് നോക്കും. അല്ല, ട്രൂ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു എൽസ് കണ്ടീഷനായിരിക്കും, അതായത് നള്ളായിരിക്കും അവിടുന്ന് റിട്ടേൺ ചെയ്യുക. ഇനി നമുക്ക് ഈ ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വ്യൂ തിരിച്ച് കൊണ്ടുവരണം, അതായത് ഒന്നുകൂടെ ഡിസ്പ്ലേ ചെയ്യിക്കണം. അതിനൊപ്പം നമ്മൾ ഈ ഫംഗ്ഷനിൽ എന്ത് ചെയ്യും, നമുക്കൊരു ഈഫ് കണ്ടീഷൻ ഇടാം അല്ലേ. അതായത് ഈഫ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും, ഷോ എന്നുള്ള സ്റ്റേറ്റ് ഈക്വൽ ടു ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഫോൾസ് ആക്കും. എന്നിട്ട് നമ്മളൊരു എൽസ് കണ്ടീഷൻ ഇടും. എൽസ് ആണെങ്കിൽ ആ സെറ്റ് ഷോ എന്നുള്ള സ്റ്റേറ്റിനെ നമ്മൾ ട്രൂ ആക്കും. അതായത് ഇപ്പോൾ ഏതാണോ വാല്യൂ ഉള്ളത് ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. ഇപ്പോൾ ഫോൾസ് ആണ്, അതുകൊണ്ട് നമുക്ക് ആ കമ്പോണൻറ്റ് വിസിബിൾ അല്ല. ഒന്നുകൂടെ പ്രസ് ചെയ്തു, അപ്പോൾ അത് ട്രൂ ആയി. അതായത് നമ്മൾ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഈ ബട്ടൺ ആക്ഷൻ കോൾ ആകും. ബട്ടൺ ആക്ഷൻ കോൾ ആകുമ്പോൾ ഈ ഫംഗ്ഷനുള്ളിൽ ചെക്ക് ചെയ്തിട്ട് ഷോ എന്നുള്ളത് ട്രൂ ആണോ, ഷോയുടെ വാല്യൂ ട്രൂ ആണോ എന്ന്. ട്രൂ ആണെങ്കിൽ ഫോൾസ് ആക്കും, ഫോൾസ് ആണെങ്കിൽ ട്രൂ ആക്കും. അപ്പോൾ നമുക്കത് വിസിബിൾ ആകുകയും ഹൈഡ് ആകുകയും ചെയ്യും. ഇനി ഇതിനെ നമുക്ക് കുറച്ചുകൂടെ സിമ്പിളാക്കാനായിട്ട് നമുക്ക് നോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. അതിന് നമുക്ക് സെറ്റ് ഷോയ്ക്കകത്തേക്ക് നമുക്ക് നോട്ട് ഷോ എന്ന് കൊടുക്കാം. ഇവിടെ എന്തോ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സെറ്റ് ഷോ എന്ന് പറയുന്ന ഫംഗ്ഷനകത്തേക്ക് നമ്മൾ കൊടുക്കുന്നത് ഈ ഷോയുടെ ഓപ്പോസിറ്റ് വാല്യൂ ആണ്. ഈ നോട്ട് എന്നുള്ളത് ഒരു ഓപ്പോസിറ്റ് വാല്യൂ ആണ്. അതായത് ഇപ്പോൾ ഈ ഷോയുടെ വാല്യൂ ട്രൂ ആണെങ്കിൽ നോട്ട് ഷോ എന്ന് പറയുമ്പോൾ അത് ഫോൾസ് ആകും. അതേപോലെ തന്നെ ഷോയുടെ വാല്യൂ ഫോൾസ് ആണെങ്കിൽ നോട്ട് ഷോ എന്ന് പറയുമ്പോൾ അത് ട്രൂ ആകും. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്താൽ സെയിം അതേപോലെ തന്നെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ടെർണറി ഓപ്പറേറ്ററാണ്. അതായത് ഷോയുടെ വാല്യൂ ട്രൂ ആണെങ്കിൽ ആ കമ്പോണൻറ്റ് റിട്ടേൺ ചെയ്തു, അല്ലെങ്കിൽ നൾ റിട്ടേൺ ചെയ്തു. അതിനെ നമുക്ക് കുറച്ചുകൂടെ സിമ്പിളാക്കാനായിട്ട് ഈ ഒരു ടെർണറി ഓപ്പറേറ്റർ മാറ്റിയിട്ട് നമുക്കൊരു ആൻഡ് ഓപ്പറേറ്റർ വെച്ച് മാനേജ് ചെയ്യാൻ പറ്റും. അതായത് ആൻഡ് ഓപ്പറേറ്റർ എന്തുവാ, ആദ്യത്തെ കണ്ടീഷനും രണ്ടാമത്തെ കണ്ടീഷനും ട്രൂ ആണെങ്കിൽ അത് ട്രൂ ആകത്തുള്ളൂ. അതായത് ഷോ ട്രൂ ആണോ നോക്കും, ട്രൂ ആണെങ്കിൽ ഈ വ്യൂ കാണിക്കും. ഇപ്പം ട്രൂ ആണ്, അപ്പോൾ ആ വ്യൂ കാണിച്ചു. നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഫോൾസ് ആയപ്പോഴത്തേനും ആ കമ്പോണൻറ്റ് ഹൈഡായി. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പിന്നെയും ട്രൂ ആകും. സെയിം നമുക്ക് ഈ ടെക്സ്റ്റും കൂടെ മാനേജ് ചെയ്യാം അത് വെച്ച്. അതായത് ഇവിടെ ഒരു ടെർണറി ഓപ്പറേറ്റർ കൊടുക്കാം. അതിന് നമുക്ക് ഷോ ഒരു ബൂളിയൻ വാല്യൂ ആണെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റേറ്റ് മാത്രം എഴുതിയാൽ മതി. അത് ഈക്വൽ ടു ട്രൂ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യം. അപ്പോൾ എന്തുവാ, ഷോ ട്രൂ ആണെങ്കിൽ നമ്മളൊരു ഹൈഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ആയിരിക്കും കാണിക്കുന്നത്, അല്ലെങ്കിൽ ഷോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു കണ്ടീഷൻ ഇതിനകത്ത് വന്നിട്ടുണ്ട് ടെക്സ്റ്റ് കമ്പോണൻറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു കേർലി ബ്രേസസ് ഇട്ടിട്ട് സിംഗിൾ കോട്ട്സിൽ നമുക്ക് എന്താണ് കാണേണ്ടത്. അപ്പോൾ ഷോയുടെ വാല്യൂ ട്രൂ ആകുമ്പോൾ ഹൈഡ് എന്ന് കാണിക്കും, ഫോൾസ് ആകുമ്പം ഷോ എന്ന് കാണിക്കും. അതായത് ഇപ്പം നമ്മൾ ഹൈഡിൽ പ്രസ് ചെയ്യുകയാണ്, ഹൈഡായി.
ഹൈഡ് കൊടുത്തപ്പോഴത്തേക്കും എന്തുവാ ബട്ടൻ്റെ ടെക്സ്റ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. ഷോ നമ്മൾ ഷോ ചെയ്യുമ്പോൾ കമ്പോണൻറ്റ് വന്നു. അതേപോലെ തന്നെ നമ്മുടെ ഷോ എന്നുള്ള സ്റ്റേറ്റിൻ്റെ വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ട്. വാല്യൂ ചേഞ്ചായി അത് ട്രൂ ആയി. ട്രൂ ആയപ്പം ഈ ഷോ എന്നുള്ള സ്ട്രിങ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. സെയിം അതേപോലെ തന്നെ നമ്മൾ ഹൈഡ് ചെയ്യുമ്പം ഷോ എന്നുള്ളതിൻ്റെ വാല്യൂ ഫോൾസായി. ഫോൾസ് ആകുമ്പോൾ എന്തുവാ ടെർണറി ഓപ്പറേറ്ററിൻ്റെ എൽസ് കണ്ടീഷനായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതായത് രണ്ടാമത്തെ കണ്ടീഷനായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലെന്തുവാ നമ്മൾ ഷോ എന്നുള്ള സ്ട്രിങ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഷോ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.